സ്കില്ലുകൾക്കും യോഗ്യതകൾക്കും അപ്പുറം വൈദഗ്ധ്യങ്ങൾക്കാണ് ഇന്ന് തൊഴിൽ മേഖലയിൽ പ്രാധാന്യം കൂടുതൽ. തിരഞ്ഞെടുക്കുന്ന രംഗത്ത് ഏറ്റവും നൂതനമായ സ്കില്ലുകൾ സ്വായത്തമാക്കുന്നവരാണ് ജോലിയിൽ ഇന്ന് മുന്നേറുന്നത്. മറ്റൊരു രീതി ഭാവിയിലെ ജോലി സാധ്യതകൾ മുന്നിൽ കണ്ട് അതിനുവേണ്ട വൈദഗ്ധ്യങ്ങൾ നേടുക എന്നതാണ്. ഈ രീതിയിൽ പുതിയ സ്കില്ലുകൾ സ്വായത്തമാക്കുന്നതിനും അറിയാവുന്ന മേഖലയിലെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ പഠിക്കുന്നതിനും നിലവിൽ കൈവശമുള്ള വൈദഗ്ധ്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കോഴ്സുകൾ ജിടെക്കിൽ ലഭ്യമാണ്. കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്കില്ല് ഡെവലപ്മെൻറ്റിനും അതുപോലെ റീസ്കില്ല് ചെയ്യാനും അപ്പ് സ്കില്ല് ഡെവലപ്മെൻറ്റിലുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് സ്കൂൾ ലെവൽ തൊട്ടിട്ട് ഇപ്പോൾ ജോബ് കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻലി ഇപ്പോൾ പൈത്തൺ, അതുപോലെ ജാങ്കോ എന്ന് പറയുന്ന പൈത്തൻ്റെ ഒരു ഫ്രെയിം വർക്കാണ്. ഓക്കെ, അതിനുശേഷം റിയാക്ട്, അതുപോലെ നോട്ട് JS, ഫ്ലട്ടർ, പിന്നെ PHP, ഇതൊക്കെ ഓൺലി കറൻ്റ്ലി മൂവിങ് ആണ്. പിന്നെ കൂട്ടത്തിൽ AI-യും റോബോട്ടിക്സും കൂടി ഇപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസ്. 19ലധികം രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ജിടെക് തൊഴിൽ മേഖലയിലെ പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടാണ് പുതിയ സ്കില്ലുകൾ നേടുന്നതിനും അപ്പ് സ്കില്ലിങ്ങിനും റീസ്കില്ലിങ്ങിനുമുള്ള വിവിധ കോഴ്സുകൾ ഒരുക്കിയിട്ടുള്ളത്. ഞാൻ ലാസ്റ്റ് ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ എന്ത് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്താണ് ഞാൻ ഫ്ലട്ടറിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു കോഴ്സാണ്. ഇപ്പോൾ ന്യൂലി വന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജി ആയിട്ട് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയും കൂടിയാണ്. ഫ്ലട്ടർ എന്ന് പറഞ്ഞ ഒരു ബേസിക്കലി ഒരു കോഡിങ് ലാംഗ്വേജാണ്. അത് ഒരു ബൗണ്ടറീസ് ഇല്ലാത്ത ലാംഗ്വേജാണ്. അപ്പോൾ തന്നെ എൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വൈഡൻ ആവുകയാണ്. iOS-ഉം ആൻഡ്രോയിഡ് രണ്ടിനും ഒരേപോലെ തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡിങ് ലാംഗ്വേജാണ്. അപ്പോൾ എൻ്റെ ബൗണ്ടറീസ് തന്നെ ഇല്ലാതെ എനിക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതല്ലാതെ തന്നെ എനിക്ക് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റിയും കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ എൻ്റെ റെസ്യൂമെ നല്ലോണം ബിൽഡ് ആകുകയാണ്. പ്രോഗ്രാമിംഗ് ആയാലും സോഫ്റ്റ്വെയർ ആയാലും പ്രാക്ടിക്കലായി ഉപയോഗിക്കാൻ പഠിക്കുന്നു എന്നതാണ് ജിടെക്കിലെ കോഴ്സുകളുടെ പ്രത്യേകത. ജോലിയിൽ മുന്നേറുന്നതിനാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ പോലുള്ള കോഴ്സുകൾ സഹായിക്കുക. പ്രാക്ടീസ് ഓറിയന്റഡ് അവർ തന്നെ ചെയ്ത് പഠിക്കുകയില്ല. അവർ തന്നെ എറേഴ്സ് ഉണ്ടാക്കി അവർ തന്നെ ചെയ്യണം. അതിന് നമ്മൾ ജസ്റ്റ് ഒരു ഹെൽപ്പ് മാത്രമേ ചെയ്തു കൊടുക്കുന്നുള്ളൂ. എന്നാൽ മാത്രമേ അവരൊരു ഡെവലപ്പർ ആവുന്നുള്ളൂ. ഡെവലപ്പറോ അല്ലെങ്കിൽ ഒരു നല്ലൊരു കരിയർ അവർക്ക് കിട്ടുന്നുള്ളൂ. കമ്പ്യൂട്ടർ രംഗത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്ന സ്കൂൾ കുട്ടികൾക്ക് വേണ്ട പ്രോഗ്രാമുകളും ജിടെക്കിലുണ്ട്. ഡാറ്റാ സയൻസ്, AI, അതേപോലെ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, റോബോട്ടിക്സ്, ഇതൊക്കെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിഗിനർ ലെവൽ തൊട്ടിട്ട് സ്റ്റഡി ചെയ്യിപ്പിച്ചിട്ട് വരുന്നത്. മെഷീൻ ലേണിംഗ് എന്താണ്, ഡീപ്പ് ലേണിംഗ് എന്താണ് AI, എന്താ ജനറേറ്റീവ് AI, ഇങ്ങനത്തെ സ്റ്റഡി ചെയ്യിപ്പിച്ചിട്ടാണ് കോഴ്സ് മുന്നോട്ട് പോകുന്നത്. ഇനി ഡിസൈനിങ് താല്പര്യമുള്ളവർക്കാണെങ്കിൽ UI UX HTML എന്നിങ്ങനെയുള്ള കോഴ്സുകളും ഇവിടെയുണ്ട്. UI UX ഡിസൈനിൻ്റെ ഒരുപാട് സാധ്യതകൾ നമുക്ക് ഇന്നത്തെ ഡേ ടു ഡേ ലൈഫിൽ കാണാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഡെയിലി വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ്സ്, നെറ്റ്ഫ്ലിക്സ്, Disney+, ഹോട്ട്സ്റ്റാർ, അങ്ങനത്തെയുള്ള പല വെബ്സൈറ്റ്സിലും നമുക്ക് UI UX ഡിസൈൻ്റെ യൂസസ് കാണാൻ പറ്റും. അപ്പോൾ UI UX ഡിസൈൻ പഠിച്ചാൽ തന്നെ അതിന് നൂതനമായ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. നല്ല സാലറി പാക്കേജസോട് കൂടിയ പല ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. ഡിസൈൻ സോഫ്റ്റ്വെയർസ് ആയ ഫിഗ്മ, അഡോബി XD എനിക്ക് പഠിക്കാൻ സാധിച്ചു. അതിൻ്റെ ബേസിക് ലെവൽ തൊട്ട് അഡ്വാൻസ് ലെവൽ വരെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് എന്നെ പഠിപ്പിച്ചു. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് ഇന്റേൺഷിപ്പിനുള്ള സൗകര്യവും ലഭിക്കുന്നു. പഠനശേഷം ജോലി തേടുന്ന കുട്ടികളെ സഹായിക്കുന്നതിന് ജോബ്സ് ബാങ്കും ജിടെക് ഒരുക്കിയിരിക്കുന്നു. നൂതനമായ രംഗങ്ങളിൽ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിലുള്ള ജോലിയിൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറെ സഹായകരമായ കോഴ്സുകളാണ് ജിടെക് ഒരുക്കുന്നത്.